ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സച്ചി ആണെങ്കിൽ സുധിയും ശ്രുതിയും കൂടി ഐസ്ക്രീം പാർലറിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം ഇവൻ നമ്മുടെ ആ ഒരു ശ്രുതിയെ മിന്നായം പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതാരാണ് എന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ട് പുള്ളിക്കാരന് പിടികിട്ടുന്നില്ല. അപ്പം വീട്ടിൽ തിരികെ എത്തുന്ന സച്ചി കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ രേവതി വീട്ടിലേക്ക് ഫോൺ ചെയ്ത് സംസാരിക്കുന്നതാണ്. അപ്പം അവിടെ മുഴുവനും കറങ്ങി നോക്കി, ചന്ദ്രമതിയെയും അച്ഛനെയും ഒന്നും കാണുന്നില്ല. അങ്ങനെ സച്ചി ആണെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴാണ് രേവതി നല്ല ഒച്ചയിൽ നിന്ന് നമ്മുടെ ദേവുവിനോട് ഫോൺ ചെയ്ത് സംസാരിക്കുകയാണ്. പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ആ വീട്ടിൽ വന്ന പെണ്ണിനെ കുറിച്ച് തന്നെയാണ്. അപ്പം ശ്രുതിയെ കാണാൻ വേണ്ടി വന്ന ശ്രുതിയുടെ കുറ്റങ്ങളാണ് അനിയത്തിയെ വിളിച്ച് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് ആശാനാണെങ്കിൽ പുറകിൽ നിന്ന് ആക്ഷനൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷേ സച്ചി വന്ന കാര്യമൊന്നും നമ്മുടെ രേവതി അറിയുന്നില്ല. അങ്ങനെ അവള് സംസാരിക്കുകയാണ്. ആ വന്നവളുണ്ടല്ലോ ഭയങ്കര അഹങ്കാരി തന്നെയാണ്. അവള് എന്നെ ഒരു വേലക്കാരിയോട് എന്ന പോലെ ആടി പെരുമാറിയത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ദൈവം ആണെങ്കിലോ, ചേച്ചി ഒട്ടും ചേച്ചി വിട്ടൊന്നും കൊടുക്കരുത്. സുധിയുടെ ഭാര്യയായിട്ട് അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേച്ചിയാണ് ആ വീട്ടിലെ മൂത്ത മരുമകളായിട്ട് നിൽക്കേണ്ടത്. ചേച്ചിയാണ് ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ അധികാരമൊക്കെ വെച്ച് വേണം ചേച്ചി പെരുമാറാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇവൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ ലക്ഷ്മിയമ്മ ഇതെല്ലാം കേട്ടു നിൽക്കുക കേട്ടോ. ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, എന്റെ പൊന്നു മോളതെ, അല്ലെങ്കിൽ സച്ചിയും രേവുവും തമ്മിൽ വഴക്കാണ്. ഇനി നീ പറഞ്ഞത് വലിയ വഴക്കാക്കാൻ നോക്കല്ലേ, എടി പിന്നെ വിളിക്കാന്നും പറഞ്ഞ് നമ്മുടെ ദേവുവിനെ കൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പം ആ ഒരു സീൻ കഴിഞ്ഞ് നമ്മുടെ രേവതി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും കാണുന്നത് സച്ചി ഇതെല്ലാം കേട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അല്ല, നിങ്ങളിതെപ്പോ വന്നു? നിങ്ങൾ വന്നിട്ട് എന്താ മിണ്ടാതെ നിൽക്കുന്നത്? അതെ, ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. ഇതാരെ വിളിച്ചാണ് ഇതിനു വേണ്ടി കാര്യമായിട്ട് കത്തി വെച്ചോണ്ടിരുന്നത്? ഞാൻ ആരെ വിളിക്കാനാ? എനിക്ക് വിളിക്കാൻ എൻ്റെ വീട്ടുകാരല്ലേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരോടും പറയണമല്ലോ. അപ്പം നടന്ന കാര്യങ്ങൾ, ഇന്ന് ശ്രുതിയെ കാണാനായിട്ട് ശ്രുതി വീട്ടിൽ വന്ന കാര്യങ്ങളെല്ലാം ഇവളിങ്ങനെ നമ്മുടെ സച്ചിയോട് പറയുമ്പം, ആഹാ, അപ്പം ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അല്ല, നിങ്ങളതിനെന്താ ഉദ്ദേശിച്ചത്? ഞാനേ ഇന്ന് ഐസ്ക്രീം പാർലറിൽ വെച്ച് ശ്രുതിയെയും ഈ പറഞ്ഞ പെണ്ണിനെയും കണ്ടു. ഒരു വെളുത്തിട്ട് പൊക്കമൊക്കെയുള്ള ഒരു പെണ്ണല്ലേ നീ ഈ പറഞ്ഞ പെണ്ണ്? അവള് തന്നെയാണോ ഇന്നിവിടെ വന്നത്? പിങ്ക് കളറിലെ ചുരിദാറൊക്കെ ഇട്ടിട്ട്. ആ അതെ, അത് തന്നെയാണ് ആള്. പക്ഷെ അവളൊരു അഹങ്കാരിയാണ്. അവള് ഒരു വേലക്കാരിയോട് എന്ന പോലെയാണ് എന്നോട് പെരുമാറിയത്. അപ്പൊ ഇവള് ഇങ്ങനെ അടിച്ചമർത്തി സംസാരിച്ചതും കാര്യങ്ങളും ഒക്കെ സച്ചിയോട് ഇങ്ങനെ വിശദീകരിച്ച് പറയുമ്പോഴത്തേക്കിനും സച്ചി ആണെങ്കിൽ വേറെ ചില കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ ശ്രുതി മനഃപൂർവ്വം ഇവളെ ഒളിപ്പിച്ചു വെച്ചതായിരിക്കും. ഇവള് തന്നെ ആയിരിക്കും ശ്രുതി പറഞ്ഞ ആ ഒരു പെണ്ണ്. അപ്പൊ ഇവര് ലീവിങ് ടുഗദറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പം ഇവൻ ഈ വീട്ടിൽ നിൽക്കുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി നൈസായിട്ട് കല്യാണ പരിപാടിയിലേക്ക് കൊണ്ടുവന്നതായിരിക്കും എന്നൊക്കെ പറയുക. അപ്പൊ രേവതി പറയുന്നുണ്ട്, അതങ്ങനെയൊന്നും ആവാൻ സാധ്യതയില്ല. എന്തായാലും അന്നത്തെ ആ പെണ്ണിനെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവളുടെ വീട്ടിലെ ക്ലീനിങ്ങിന് ഞാൻ പോയതാണ്. നീലിമയെന്നാണ് അവളുടെ പേര് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അപ്പൊ സച്ചിക്ക് മനസ്സിലായി സച്ചി ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ എന്നുള്ള കാര്യം. അങ്ങനെതാ അവനാണെങ്കിൽ എന്തായാലും അവനിങ്ങ് വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്നെ ഈ വീട്ടിലെ ഒരു വേലക്കാരിയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ട് പോലും നിങ്ങൾക്കൊരു വിഷയവും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ആരാ? നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ തലയിലായിരുന്നു, കഷ്ടകാലമാണ് എന്നും ഒക്കെ പറഞ്ഞ് എന്തൊക്കെ രീതിയിലാണ് എന്നെ അപമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതി വഴക്കുണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ സച്ചിയാണെങ്കിലോ, എന്റെ പൊന്നോ, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷയില്ല എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് മാറുക കേട്ടോ. മാറുന്ന സമയത്താണെങ്കിലോ ക്ഷേത്രത്തിൽ പോയി മടങ്ങി എത്തുകയാണ് നമ്മുടെ രവിയും ചന്ദ്രയും. വന്ന പാടെ തന്നെ രവിയാണെങ്കിലും മോളെ രേവതി, അച്ഛന് കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുക്കെന്ന് പറയാണ്. അങ്ങനെതാ അച്ഛന് കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് ഇവള് വരുന്ന സമയത്താണെങ്കിലോ സച്ചി എത്തിയില്ലേന്ന് ചോദിക്കുമ്പോൾ സച്ചി അങ്ങോട്ട് വരിക കേട്ടോ. സച്ചി വന്ന പാടെ തന്നെ, അല്ല മോനെ, ഓട്ടോക്ക് ഇന്ന് നേരത്തെ കഴിഞ്ഞോ? ഞാൻ കഴിഞ്ഞച്ചാ. പിന്നെ നമ്മുടെ മണവാളിന് എവിടെയെന്ന് ചോദിക്കുകയാണ്. ആഹാ, വന്ന് കയറിയ പാടെ തന്നെ ഭർത്താവിനോട് കാര്യങ്ങളെല്ലാം ഓതി കൊടുത്തോന്നും ചോദിച്ച് ചന്ദ്രമതി വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, അതെ, അവള് കാര്യങ്ങൾ പറഞ്ഞതൊന്നും അല്ല, ഞാൻ ഇന്നെന്റെ കണ്ണാൽ കണ്ടതാണ്. നിങ്ങളുടെ മകനും അവന്റെ ആ ഒരു ലവറും കൂടി ഐസ്ക്രീം പാർലറിൽ ഇരുന്ന് ഐസ്ക്രീം നുണയുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അല്ലച്ച, എന്താണ് സംഭവം, എങ്ങനെയാണ് ഇടപാടുകൾ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രവി പറയുന്നുണ്ട്, മോനെ, കേട്ടത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും എനിക്കതിൽ അത്ര വലിയ തൃപ്തിയൊന്നുമില്ല. ഒരു പെണ്ണ് ചെറുക്കനെ ആലോചിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പം അതിലെന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സച്ചിയും അതിനോട് യോജിക്കുകയാണ്. എന്തൊക്കെ വന്നാലും
അതിലെന്തൊക്കെയോ ഒരു തരികിടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടച്ചാ. പിന്നെ ചന്ദ്രമതി ടീച്ചർ കൊണ്ടുവന്ന ആലോചനയല്ലേ, ഉടായിപ്പ് എന്തെങ്കിലും കാണുമെന്നൊക്കെ സച്ചി ഇങ്ങനെ നമ്മുടെ അമ്മയെ കളിയാക്കുമ്പോഴത്തേക്കിനും ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് കുശുമ്പാണ്, നിനക്ക് മൂത്ത കുശുമ്പാണ്. എൻ്റെ മകന് നിന്റെ ഭാര്യയെക്കാട്ടിലും സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു പെണ്ണിനെ കിട്ടുന്നതിൻ്റെ കുന്നായ്മയല്ലേ നിനക്കെന്നും ചോദിച്ച് ചന്ദ്രമതി ഒച്ച ഉണ്ടാക്കുകയാണ്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, രേവതിക്ക് അതിനെന്താ ഒരു കുഴപ്പം, രേവതി എന്താ സുന്ദരിയല്ലേ, പിന്നെ വിദ്യാഭ്യാസം അത്യാവശ്യത്തിനുള്ള പഠിപ്പൊക്കെ അവൾക്കുണ്ട്, അതുപോലെ തന്നെയല്ലേ ഞാനും, എനിക്കും അത്യാവശ്യത്തിനുള്ള പഠിപ്പൊക്കെ ഉള്ളൂ, അത് മതിയെന്നും പറഞ്ഞ് ആ സമയം നമ്മുടെ രേവതിയെ സേവ് ചെയ്യാണ് സച്ചി. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ചന്ദ്രയോട് മിണ്ടാതിരിക്കാൻ പറയുകയാണ് നമ്മുടെ രവി. അപ്പം അവരങ്ങനെയൊക്കെ ഇവിടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴോ നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും കൂടി ഒരു റൂം നോക്കുന്നതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം ശ്രുതിയുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് അവൾക്ക് സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണം എന്നുള്ള കാര്യം. അതിനു വേണ്ടിയിട്ട് റൂം നോക്കാൻ ചെല്ലുമ്പോഴത്തേക്കിനും, അല്ല ആർക്ക് വേണ്ടിയാണ്, മേഡത്തിന് വേണ്ടിയാണോ റൂം നോക്കുന്നതെന്ന് ആ ഒരാൾ ചോദിക്കുക. അപ്പോൾ ഓണറുടെ ആ ഒരു നിലപാടും കാര്യങ്ങളും ഒന്നും ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ശ്രുതി പറയാണ്, അതെ എനിക്ക് വേണ്ടി തന്നെയാണ്. അല്ല മാഡം, എഗ്രിമെന്റ് വെക്കുമ്പോഴത്തേക്കിനും ഒന്നെങ്കിൽ മാഡത്തിന്റെ അച്ഛന്റെ പേരോ അല്ലെങ്കിൽ മാഡത്തിന്റെ ഭർത്താവിന്റെ പേരോ ഒക്കെ വെക്കേണ്ടി വരും. മാഡത്തിന് മാത്രമായിട്ട് തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുക. അപ്പൊ സ്ത്രീകളെ മുഴുവനും അപമാനിച്ചതുപോലെ സംസാരിക്കുമ്പോഴത്തേക്കിനും ശ്രുതിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവള് പറയുന്നുണ്ട്, തന്റെ ഈ ഒരു പ്രോപ്പർട്ടി എനിക്കിനി ആവശ്യമില്ല, താനിത് വെറുതെ തരാമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വേണ്ട, ഞാൻ ഇനി വേറെ ഒരു പ്രോപ്പർട്ടി നോക്കിക്കോളാം, പിന്നെ അതിന്റെ ഉദ്ഘാടനം എന്തായാലും ഉണ്ടാവും, അതുണ്ടാകുമ്പോൾ ഞാൻ പത്രത്തിൽ ഇട്ടേക്കാം, താൻ വന്നൊന്ന് കൂടിയാൽ മതി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ് കേട്ടോ. സച്ചി ആണെങ്കിൽ വിശന്ന് പൊരിഞ്ഞ് ഇങ്ങ് വരുമ്പോഴത്തേക്കിനും സച്ചി നമ്മുടെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ ഭക്ഷണമൊന്നും ഇല്ലേ, ഒന്ന് എടുത്തു തരാനൊന്നും ആരും ഇല്ലേന്ന് ചോദിക്കുക. അപ്പൊ ഇവളാണെങ്കിലോ രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം പുള്ളിക്കാരിയുടെ മനസ്സിലുണ്ട്. അച്ഛനും അമ്മയും വന്നത് കൊണ്ട് മാത്രമാണ് അവളൊന്നും തന്നെ സംസാരിക്കാതെയൊക്കെ ഇരുന്നത്. അങ്ങനെ വന്ന പാടെ തന്നെ പ്ലേറ്റ് അവിടെ വെക്കുന്നു. അപ്പൊ ഇവള് സംസാരിക്കുന്നില്ല. എന്താ ഇന്ന് സ്പെഷ്യൽ എന്നൊക്കെ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ കടും പിടുത്തം പിടിച്ചതുപോലെ ഒരു നോട്ടം അങ്ങ് നോക്കുകയാണ്. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇന്ന് ഇടംതിരിപ്പാണല്ലോ, എന്താണാവോ കാര്യം, എന്തായാലും പറയാൻ മേലേന്ന് ചോദിക്കുകയാണ്. അതെ, നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ തീരെയും താല്പര്യമില്ല. നിങ്ങൾ വർത്താനം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അവസാനം ഞാൻ നിങ്ങളുടെ തലയിലായി എന്നുള്ള കാര്യമൊക്കെ പറയാനല്ലേ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് മിണ്ടാൻ താല്പര്യമില്ല, നിങ്ങൾ ഇനി എന്നോട് മിണ്ടണ്ടെന്നും പറഞ്ഞ് രേവതി ദേഷ്യപ്പെട്ട അടുക്കളയിലേക്ക് പോവാ. അപ്പൊ സച്ചിയാണെങ്കിലോ, സമാധാനം ഒന്ന് പറയുന്ന കാര്യം കിട്ടിയിട്ടില്ല, ഈ നശിച്ച കല്യാണം കഴിഞ്ഞിട്ട് മനുഷ്യൻ ഒരു സമാധാനമായിട്ട് ഇരുന്നിട്ട് പോലും ഇല്ലാന്നും പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിറുപിറുക്കാണ്. എനിക്ക് നിന്റെ ഫുഡൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ഇപ്പൊ വിശക്കൊന്നും ഒക്കെ ഉണ്ട്, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇവളോട് വഴക്കിട്ടിട്ട് ഞാനിനി എന്തിനാ കഴിക്കാണ്ട് പോണേന്നും പറഞ്ഞ് പുള്ളിക്കാരനെ എഴുന്നേറ്റ് പോയ പാടെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ പുള്ളി പ്ലേറ്റ് ഒക്കെ എടുത്ത് തുറന്നൊക്കെ നോക്കുമ്പോൾ കറികൾ പുള്ളിക്ക് ഇഷ്ടമുള്ള കറികളൊക്കെയാണ്. ഇനിയിപ്പോ എന്തായാലും ഇവളോട് വഴക്കടിച്ചിട്ട് കാര്യമൊന്നുമില്ല, മിണ്ടാതിരുന്ന് തിന്നേക്കാന്നും പറഞ്ഞ് ഒരു പ്ലേറ്റും ഒക്കെ എടുത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ രേവതിക്ക് ദേഷ്യം വരികയാണ്. അവളാണെങ്കിലോ കിച്ചണിൽ നിന്നിട്ട് ഓരോ പാത്രങ്ങൾ എടുത്ത് താഴത്തോട്ട് ഇടുക. അപ്പൊ പുള്ളിക്കാരിയുടെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടാളും കൂടി വഴക്കിട്ട് തുടങ്ങുമ്പോൾ ചന്ദ്രമതി ഇതെല്ലാം എത്തി നോക്കുന്നുണ്ട്. ചന്ദ്രയുടെ നോട്ടം കാണുമ്പോഴത്തേക്കിനും ഇനിയിപ്പം ഇത് മതി ചന്ദ്രമതി ടീച്ചറിന് സന്തോഷിക്കാനെന്നും പറഞ്ഞ് സച്ചിയാണെങ്കിലോ, അല്ല കിടക്കാറായില്ലേന്ന് ചോദിക്കുകയാണ്. ഞാൻ കിടന്നോളാം, എന്തായാലും നിങ്ങളുടെ അംഗം കഴിഞ്ഞിട്ടല്ലേ ഇവിടെ ഉള്ളവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ടീച്ചറും അതേപോലെ തന്നെ മറുപടി പറയുകയാണ്. അപ്പം അവിടെ അങ്ങനെയൊക്കെ വഴക്കൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലോ സുധീന്ദ്രനാണെങ്കിലും നല്ല സിമ്പിളനായിട്ട് ഒരുങ്ങിങ്ങ് വരികയാണ്. അപ്പൊ സുധി നല്ല ഇൻഷർട്ടൊക്കെ ചെയ്ത് അത്യാവശ്യം വിലപിടിപ്പുള്ള ഷർട്ടും ഒക്കെ ഇട്ടിങ്ങ് വരുമ്പോഴത്തേക്കിനും കാശൊക്കെ അടിച്ചു മാറ്റി എല്ലാരെയും പറ്റിച്ചതാ സുന്ദരനായിട്ട് നടക്കുകയാണവൻ. എടാ, നീ എങ്ങനെയാണ് ഇത്രയും വില കൂടിയ ഷർട്ടും പാൻറ്റും ഒക്കെ വാങ്ങിക്കുന്നത്, നീ എങ്ങനെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുന്നതെന്നൊക്കെ ചോദിച്ച് സച്ചി ആണെങ്കിൽ സുധിയെ കളിയാക്കാൻ തുടങ്ങി. അപ്പൊ സുധി ആണെങ്കിലോ, ദേ സച്ചി, നിന്നോട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുതെന്ന്. ഞാൻ നിന്നോട് വഴക്കിനൊന്നും വരുന്നില്ലല്ലോ. അതെ, നീ ഏതോ ഒരു പെണ്ണുമായിട്ട് കറങ്ങിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. എന്താണ്, പുളിങ്കൊമ്പാണോ എന്ന് ചോദിക്കുക. അതെന്തേലും ആയിക്കോട്ടെ, അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് പറയുമ്പം, എടാ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്നെ പറ്റിച്ച് നീ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയ 50 ലക്ഷം രൂപ ഇങ്ങ് തിരികെ താ. നീ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ കെട്ടേണ്ടുന്ന പെണ്ണിനെയല്ലേ ഞാൻ കെട്ടിയത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കാശിങ്ങതാ തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു അക്ഷരം പോലും നിന്നെ പറയില്ല, നിനക്ക് നിന്റെ ഇഷ്ടത്തിന് നടക്കാമെന്ന് പറയാനും.
അപ്പം ഈ കാര്യങ്ങളൊന്നും നമ്മുടെ സുധിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചേട്ടനും അനിയനും കൂടി ലാസ്റ്റ് വാക്ക് തർക്കം മൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിവെക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കിന് രേവതിയാണെങ്കിലോ ഈശ്വര ഇതെല്ലാം കൈവിട്ടു പോയ അവസ്ഥയാണ്. എന്തായാലും ഇത് അച്ഛനോട് പറയാണ്ട് ഇനി ഒരു രക്ഷയില്ല എന്നും പറഞ്ഞ് അവൾ ഉടനെ പോയി അച്ഛനെ വിളിക്കുകയാണ്. അപ്പം രവി വന്നിട്ടാണ് രണ്ടാളെയും സമാധാനിപ്പിച്ച് മാറ്റി നിർത്തുന്നത്. ഈ സമയത്താണെങ്കിലും നമ്മുടെ ശ്രീകാന്തിന്റെ കോളും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രീ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ ദേ എന്റെ ഇവിടുത്തെ പരിപാടിയും പഠിത്തങ്ങളും ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ ഞാൻ നാട്ടിലേക്ക് വരികയാണ്, ഞാൻ നാളെ രാവിലെ തന്നെ അവിടെ എത്തുമെന്ന് പറയുമ്പോൾ സുധിയാണെങ്കിലോ ഇവനും കൂടി വരേണ്ട ആ ഒരു ആവശ്യം മാത്രമേ ഉള്ളായിരുന്നു, ഇനിയിപ്പം രണ്ടുപേരെയും കൂടി സഹിക്കാനായിട്ട് താനിവിടെ നിന്നല്ലേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുകയാണ്. സച്ചിക്കാണെങ്കിലോ ശ്രീകാന്ത് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇനി ഇവന് കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ സമയമാകുമ്പോഴത്തേക്കിന് വേണ്ടി സുധിയെങ്ങാനും മുങ്ങിക്കഴിഞ്ഞാൽ പകരത്തിന് കെട്ടിക്കാൻ ശ്രീകാന്ത് വേണമല്ലോ. അതുകൊണ്ട് മോനെ ശ്രീകാന്ത് ഈ നാളെ രാവിലത്തെ ബസ്സിന് തന്നെ വീട്ടിലേക്ക് പോകുന്നോളൂ എന്ന് പറയുകയാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ് കേട്ടോ നാളെ എത്തുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ച് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്